കോട്ടയം ജില്ലയിൽ പുതിയ തോക്ക് ലൈസൻസുകൾ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 2023 നവംബറിന് ശേഷം പുതിയതായി ഒരു ലൈസൻസ് പോലും അനുവദിച്ചിട്ടില്ല. അതേസമയം കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കുവാൻ പരിചയസമ്പന്നരായ ആളുകളെ കിട്ടാനില്ല എന്നാണ് അധികൃതർ പറയുന്നത്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ കാട്ടുപന്നികൾ അടക്കമുള്ള വന്യജീവികൾ കാർഷിക മേഖലയ്ക്ക് തുടർച്ചയായി വെല്ലുവിളി ഉയർത്തുമ്പോഴും ഇവയെ വെടിവെക്കാനാണില്ല. പരിചയസമ്പന്നരായ ആളുകളെ കിട്ടാനില്ലെന്നാണ് അധികൃതർ ഉയർത്തുന്ന വാദം. അതേസമയം 2023 നവംബറിന് ശേഷം കോട്ടയം ജില്ലയിൽ പുതിയ തോക്ക് ലൈസൻസുകൾ ഒന്നും അനുവദിച്ചിട്ടില്ല. ലൈസൻസ് നേടുന്നതിന് വേണ്ട എല്ലാ യോഗ്യതകളുമുള്ള അപേക്ഷകരും ഇപ്പോഴും കാത്തിരിപ്പിലാണെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എബി ഐപ്പ് പറഞ്ഞു. കാട്ടുപന്നി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ആളുകളുടെ ജീവന് ഭീഷണിയാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പന്നികളെ വെടിവെച്ച് കൊല്ലാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുമ്പോഴും വിദഗ്ധരായിട്ടുള്ള തോക്ക് ലൈസൻസ് ഉള്ള ആളുകളുടെ അഭാവം കോട്ടയം ജില്ലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ നിലവിൽ തോക്ക് ലൈസൻസ് ഉള്ളവരിൽ ഭൂരിഭാഗവും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. തോക്കുമായി കുന്നും മലയും താണ്ടി പന്നികളെ വെടിവെക്കാനുള്ള ആരോഗ്യസ്ഥിതിയുള്ളവർ ഇക്കൂട്ടത്തിൽ കുറവാണ്. മുക്കൂട്ടുതറ, പൊന്തൻപുഴി, പ്ലാച്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമായതോടെ ഇവയെ വെടിവെച്ച് കൊല്ലണമെന്ന് ജാഗ്രതാ സമിതികൾ ശുപാർശ ചെയ്തെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. കാട്ടുപന്നികളുടെ എണ്ണവും ഇവ കാർഷിക മേഖലയ്ക്ക് ഉയർത്തുന്ന ഭീഷണിയും കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള അപേക്ഷകർക്കെങ്കിലും ലൈസൻസ് ലഭ്യമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. അമൃത ന്യൂസ്, കോട്ടയം.